ഹലോ എവരി വൺ. ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്തും അതിന്റെ മുകളിലായിട്ട് പലപ്പോഴും ഓർഗാനിക് എന്നും നാച്ചുറൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. പക്ഷെ അതുകൊണ്ട് മാത്രം അത് 100% ഓർഗാനിക് ആവണമെന്നോ നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കണമെന്നോ ഇല്ല. പലപ്പോഴും പല വലിയ ബ്രാൻഡുകൾ പോലും ഓർഗാനിക് എന്ന ലേബൽ മുൻഭാഗത്ത് എഴുതിയിട്ട് അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് വരുത്തുന്നതും തൈറോയിഡിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് വരുത്തുന്നതുമായിട്ടുള്ള പല ടോക്സിക് കെമിക്കൽസും അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ ഉണ്ടാവും. കൂടാതെ മുഖത്ത് കുരുക്കളും പാടുകളും പിഗ്മെന്റേഷനും ഒക്കെ വരുത്താനും ഇങ്ങനെയുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് കാരണമാകാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക എന്നും സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് കുറവടങ്ങിയിട്ടുള്ള നല്ല കുറച്ച് മോയ്സ്ചറൈസേഴ്സും കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന 2 മോയ്സ്ചറൈസിങ് ക്രീംസിന്റെ പ്രിപ്പറേഷൻ കൂടി പറഞ്ഞുതരാം. ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. സ്കിൻ ടൈപ്പ് പൊതുവെ 4 ടൈപ്പാണുള്ളത്: ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്. ആദ്യം ഓയിലി സ്കിന്നിനെ കുറിച്ച് പറയാം. ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഫേസ് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്രീസി ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും, ഓയിലി അപ്പിയറൻസ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഓയിലി സ്കിന്ന്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡ്രൈ സ്കിന്ന്. എപ്പോഴും സ്കിന്ന് ഡ്രൈ ആയിരിക്കും, സ്കിന്ന് വലിഞ്ഞു മുറുകുന്ന പോലെയുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കാം, ചില സമയത്ത് ചൊറിച്ചിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലേക്സ്, സ്കിൻ ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള ഒരു സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിന്ന്. ഇനി അടുത്തതാണ് കോമ്പിനേഷൻ സ്കിന്ന്. കോമ്പിനേഷൻ സ്കിന്ന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സീസണലിൽ, പല സീസണിൽ ക്ലൈമറ്റിനനുസരിച്ച് സ്കിൻ ടൈപ്പ് മാറും. ചില ക്ലൈമറ്റിൽ അവർ ഡ്രൈ സ്കിൻ ആയിരിക്കും, ചില ക്ലൈമറ്റുകളിൽ അവരുടെ സ്കിന്ന് ഓയിലി ആയിരിക്കും. ഇത് ഒരു ടൈപ്പ് കോമ്പിനേഷൻ സ്കിന്നാണ്. ഇതല്ലാതെ വേറൊരു കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്. നെറ്റി, മൂക്ക്, താടിയുടെ ഭാഗം, ഈ സെൻട്രൽ പോർഷൻ ഓയിലി ആയിരിക്കും, എന്നാൽ ബാക്കിയുള്ള ഭാഗം ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ള സ്കിൻ ടൈപ്പിനെയും കോമ്പിനേഷൻ സ്കിൻ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊന്നും കൂടാതെ അടുത്ത ഒരു സ്കിൻ ടൈപ്പാണ് സെൻസിറ്റീവ് സ്കിന്ന്. സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്ക് ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ നല്ല സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അലർജി ഉണ്ടാകാനും പിഗ്മെന്റേഷൻ ഉണ്ടാകാനും ഒക്കെ കാരണമാകും. അങ്ങനെയാണ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിന്റെ ഒരു കാറ്റഗറി. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിന് സ്യൂട്ട് ആവുന്ന നല്ല മോയ്സ്ചറൈസേഴ്സും സ്കിൻ കെയർ പ്രോഡക്ട്സും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി മോയ്സ്ചറൈസേഴ്സ് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ സേഫ് ആയിട്ടുള്ള മിനിമൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള, കെമിക്കൽസ് വളരെ കുറവടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഈ പ്രൊഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ആദ്യം നമുക്ക് ഓയിലി സ്കിന്നിനെ എടുക്കാം. ഓയിലി സ്കിൻ ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതോ ആയ മോയ്സ്ചറൈസേഴ്സ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടി ക്രീം ബേസ്ഡ് ആയിട്ടുള്ള, ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യണം. എൻ്റെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസും തൈറോയിഡ് ഇഷ്യൂ ഒക്കെ വരുന്നൊക്കെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വായിച്ചിട്ട് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഇല്ല എന്നാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തേതാണ് പാരബൻസ്. അധിക ബ്യൂട്ടി പ്രോഡക്ട്സിലും പാരബൻസ് ഉണ്ടാവും. പാരബൻസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മൈൽഡ് ആയിട്ടുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു കെമിക്കലാണ്. റിസ്ക് ഇല്ലാന്ന് നമുക്ക് പാരബൻ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റിനെ പറയാൻ സാധിക്കില്ല. അപ്പൊ പാരബൻ ഇല്ലാന്ന് നിങ്ങൾ വാങ്ങുന്ന എല്ലാ പ്രോഡക്റ്റിലും ഉറപ്പുവരുത്തേണ്ടതാണ്. രണ്ടാമത്തേതാണ് സിന്തറ്റിക് ഫ്രാഗ്രൻസ്. നല്ല സ്മെല്ലുള്ള പല സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും പലരിലും അലർജി ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ മുഖത്ത് അലർജി ഉണ്ടാക്കണം എന്നില്ല, നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലൂടെ ഇറങ്ങി ചെന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് പല അലർജി റിയാക്ഷൻസും ഉണ്ടാക്കാനുമുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് അധികം സ്മെല്ലൊന്നും ഇല്ലാത്ത സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അടുത്ത് ഒഴിവാക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് സൾഫേറ്റും താലേറ്റ്സും. സൾഫേറ്റും താലേറ്റ്സും ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ടെങ്കിലും അതും പൊതുവെ ഒഴിവാക്കേണ്ട ടൈപ്പ് ഇൻഗ്രീഡിയന്റ് ആണ്. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു മോയ്സ്ചറൈസർ ഒക്കെ വാങ്ങുന്ന സമയത്ത് നോക്കി ഒഴിവാക്കേണ്ടത്. ഇത് അടങ്ങിയിട്ടില്ലാത്ത മോയ്സ്ചറൈസേഴ്സ് കോമൺലി അത് സേഫ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്ന കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് പരിചയപ്പെടാം. കഴിഞ്ഞ കൺമഷിയുടെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് പരിചയപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ളതും കുറച്ച് എക്സ്പെൻസീവ് ഉള്ളതുമായിട്ടുള്ള 2 ടൈപ്പും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്തെടുക്കുക. അപ്പൊ ആദ്യം ഓയിലി സ്കിന്നിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആയിട്ടുള്ള ക്രീം പറയാം. അതാണ് സെബാമെഡിന്റെ മോയ്സ്ചറൈസിങ് ക്രീം.
സെബാമെഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു ബ്രാൻഡാണ് സെബാമെഡ്. ഇനി രണ്ടാമത്തേതാണ് ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്ന അടുത്തൊരു ബ്രാൻഡാണ് ആരോമ മാജിക്കിന്റെ മോയ്സ്ചറൈസിങ് ക്രീം. ഇതും ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ല സ്യൂട്ട് ആവും. ഇനി അടുത്തത് നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവരെ നോക്കാം. ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് 3 ബ്രാൻഡ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് സെറാവെ, രണ്ടാമത്തേത് സെറ്റാഫിൽ. ഈ 2 ബ്രാൻഡുകളിലും സെറമൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ സെറമൈഡ്സ് സ്കിൻ എപ്പോഴും മോയിസ്റ്റ് ആയി നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇത് രണ്ടും നല്ലൊരു ഓപ്ഷൻ ആണ്. ഇത് കൂടാതെ ജസ്റ്റ് ഹെർബ്സിന്റെ മോയ്സ്ചറൈസിങ് ക്രീമും നല്ലൊരു ഓപ്ഷൻ ആണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ല ഓപ്ഷൻ ആണ്. ഇനി നമുക്ക് സെൻസിറ്റീവ് സ്കിൻ എടുക്കാം. സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. മിനിമൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിൽ അടങ്ങിയിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വാങ്ങുക. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് 3 ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഫിസിയോജെല്ല്, അവിനോ പോലെയുള്ള പാരബൻ ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡുകൾ അത്യാവശ്യം നല്ലോണം സ്യൂട്ട് ആവും. കൂടാതെ വാനിക്രീം എന്ന ബ്രാൻഡും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. ഈ പറഞ്ഞതൊക്കെയാണ് സുരക്ഷിതമായിട്ടുള്ള ബ്രാൻഡുകൾ. ഇനി കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യേണ്ടത്, കോമ്പിനേഷൻ സ്കിന്ന് ഓരോ സീസണിനനുസരിച്ച് മാറുന്നവരാണെങ്കിൽ ഡ്രൈ ഉള്ള സമയത്ത് ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ആയത് ഉപയോഗിക്കുക. എന്നാൽ ഓയിലി ഉള്ള ടൈമിൽ ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. അല്ലാതെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്രീം ആയിട്ട് ഇങ്ങനെ കോമ്പിനേഷൻ സ്കിന്നിന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി ഹോം മെയ്ഡ് ആയിട്ട് 2 മോയ്സ്ചറൈസിങ് ക്രീംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് പറയാം. എല്ലാ സ്കിൻ ടോണിനും വേണ്ടി സ്യൂട്ട് ആവുന്ന രീതിയിലാണ് ഈ മോയ്സ്ചറൈസിങ് ക്രീം ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമായി വേണ്ടത് 2 ഇൻഗ്രീഡിയന്റ് ആണ്. ഒന്നാമത്തേത് അലോവേറ ജെല്ല്, രണ്ടാമത്തേത് റോസ് വാട്ടർ. നാച്ചുറൽ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന അലോവേറ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പ്യുവർ ആയിട്ടുള്ള അലോവേറ ജെല്ല് മാത്രമായിട്ട് അടങ്ങിയിട്ടുള്ള ബോട്ടിൽ മേടിക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 ടീസ്പൂണ് അലോവേറ ജെല്ലും 1 ടീസ്പൂണ് റോസ് വാട്ടറും ഇത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റിലേക്ക് ഇത് മാറും. അങ്ങനെ വൈറ്റ് കാസ്റ്റിലേക്കായി മാറുന്ന സമയത്ത് അതൊരു നല്ല ബോക്സിൽ എയർ ടൈറ്റ് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുക. ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാം. ഇത് സ്കിൻ ടാൻ പോവാനും സ്കിന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കെമിക്കൽസ് ഇല്ലാത്തതുമാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വളരെ ചീപ്പായിട്ട് തന്നെ ഉണ്ടാക്കാനും സാധിക്കും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറയാം. ഇനി ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ച് രാത്രി അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങുക. നൈറ്റിൽ നമ്മൾ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് രാവിലെ അത് കഴുകി കളഞ്ഞാലും ഫേസ് നല്ല മോയിസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എക്സ്ട്രീം ഡ്രൈ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇതിന് ശേഷം വേണമെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിന് സ്യൂട്ടായ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം. പക്ഷെ രാത്രി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതുപോലത്തെ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. ഐ ഹോപ്പ് മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.